ജോൺ ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ തിരക്കിനിടയിലും ചേട്ടൻ ഈ രാഷ്ട്രീയ നിരീക്ഷണമൊക്കെ കൃത്യമായിട്ട് നടത്തുന്ന ഒരാളാണല്ലോ. ഈ ഒരു സമയത്ത് 9-ാം തീയതി മറ്റന്നാള് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് കേരളത്തിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ കേവലം കുറച്ച് സീറ്റുകളെങ്കിലും പിടിക്കാവുന്ന സിറ്റുവേഷനിൽ പോകണമെങ്കിൽ ഇവിടെ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം തകരണം? ഇവിടെ രണ്ട് ചോദ്യമാണ് ഓൾറെഡി നമ്മളാ ചോദിച്ചെന്ന് വരുന്നത്. ഒന്ന്, UDF വന്നാൽ BJPയുടെ വളർച്ചയ്ക്ക് സഹായമാവോ, അതല്ലെങ്കിൽ LDF വന്നാൽ BJPയുടെ വളർച്ചയ്ക്ക് സഹായമാവോ എന്നുള്ളതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത്? അതെ അതെ. ഓക്കെ. അപ്പം നമ്മളെ നിലവിലെ ഈ 2 ദിവസമായിട്ടുള്ള മുഖ്യ വിഷയം എന്ന് പറഞ്ഞു വെച്ചാൽ ലീഗിനെ ചൊല്ലിയുള്ള ജമാഅത്തെ ഇസ്ലാമിനെ സംബന്ധിച്ച ചർച്ച, SDPനെ സംബന്ധിച്ച ചർച്ച, PDPനെ സംബന്ധിച്ച ചർച്ചയ്ക്കാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വികസനമോ അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോ ഇത്തരം വിഷയങ്ങളോ നല്ല ചർച്ച. അപ്പോൾ അതിനർത്ഥം ജനങ്ങളുടെ മുന്നിൽ വരുന്ന ചിത്രം ഈ എന്താ പറയുക രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നത്. അപ്പോൾ പൊതുവെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ BJPക്ക് വളരെ അനുകൂലമാവുന്നു. കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഇവിടെ അധികാരത്തിൽ എത്താൻ ഇപ്പോൾ സാധിക്കാത്ത സമയത്ത്. പക്ഷേ സത്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുക. കാരണം ഇടതുപക്ഷത്തിനെ ഫിക്സഡ് ആയിട്ട് എല്ലാ കാലഘട്ടത്തിലും ഒരു 30% ഫിക്സഡ് ആയിട്ട് വോട്ട് ബാങ്ക് ഉണ്ട് ഇടതുപക്ഷ മുന്നണിക്ക്. കേരളത്തിലെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ, പാലക്കാട് ജില്ലയിൽ, തൃശ്ശൂർ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ, കൊല്ലം ജില്ലയിൽ, തിരുവനന്തപുരം, ഈ 6 ജില്ലയിൽ തന്നെ 70 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഈ 6 ജില്ലയിൽ LDF വളരെ ശക്തമാണ്. ഇവിടെ ഒരു LDFന്റെ ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷ വോട്ടാണ്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലയിൽ മൊത്തം ജനങ്ങളുടെ സംഖ്യ എടുത്ത ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷ വോട്ടാണ്. ഇതാണ് LDFന്റെ ശക്തി. നേരെ മറിച്ച് UDFന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂനപക്ഷ സമുദായങ്ങളുടെ വോട്ടുകൾ, അതോടൊപ്പം തന്നെ വളരെ കുറച്ച് ഭൂരിപക്ഷ സമുദായത്തിലെ വോട്ടുകൾ, ഇങ്ങനെയാണ് UDFന്റെ ശക്തി നിൽക്കുന്നത്. അപ്പോൾ UDFിലുള്ള ഭൂരിപക്ഷ സമുദായത്തിലെ പരമാവധി വോട്ടുകൾ BJPയിലേക്ക് എത്തപ്പെട്ട് കഴിഞ്ഞു. ഇനി LDFിലുള്ള ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടുകൾ, ആ വോട്ടുകൾ BJPയിലേക്ക് എത്തപ്പെട്ടാൽ മാത്രമാണ് BJPക്ക് ഏതെങ്കിലും തരത്തിൽ കേരളത്തിൽ ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പിടിച്ചു നിൽക്കും. കാരണം ഒരു 10-40 മണ്ഡലത്തിലേക്ക് ത്രികോണ മത്സരം നടത്താം, 10-90 മണ്ഡലത്തിൽ മത്സരിക്കാം. പക്ഷെ ജയിക്കുക എന്ന തരത്തിലേക്ക് എത്തണമെങ്കിൽ LDFിലെ ഈ ഇപ്പം നമ്മൾ പറഞ്ഞ 6 ജില്ലയിൽ 70 സീറ്റ്, അതിലുള്ള ഭൂരിപക്ഷ ജനങ്ങൾ BJPയിലേക്ക് എത്തപ്പെടണം. ഇപ്പം നമ്മൾ ത്രിപുരയിൽ ഉണ്ടായി, അതുപോലെ ബംഗാളിൽ ഉണ്ടായി, അതേപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടായ പോലെ LDFിൻ്റെ വോട്ടുകൾ BJPയിലേക്ക് എത്തപ്പെടണം. അതിനുള്ള ഇത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ LDFിൻ്റെ വോട്ടർമാർ ഒരിക്കലും UDFന് വോട്ട് ചെയ്യില്ല. കാരണം അവർ പരമ്പരാഗതമായിട്ട് UDF കോൺഗ്രസ് അവരെ LDF വോട്ടർമാരുടെ മുന്നിൽ അവരെ ശത്രുക്കളാണ്. ബൂർഷാസികൾ, സാമ്പത്തികമായിട്ട് ശേഷിയുള്ളവർ, സ്വന്തം കാലം നിൽക്കുന്നവർ. അപ്പോൾ അവരൊക്കെ ഇവർ എന്നും പരമ്പരാഗതമായിട്ട് ശത്രുക്കളായിട്ട് കൊണ്ടുവന്നുള്ള വോട്ടർമാരായതുകൊണ്ട് അവർക്ക് BJPയിലേക്ക് വരാനായിട്ട് കുറച്ച് സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ LDF കേരളത്തിൽ അധികാരത്തിൽ നിന്ന് മാറുകയാണെങ്കിൽ സ്വാഭാവികമായി ഈ LDFിലുള്ള പല അണികളും ഭാവിയിൽ BJPയിലേക്ക് സാവധാനം ചേക്കേറി വരാനുള്ള സാധ്യത വളരെയധികമാണ്. നേരെ മറിച്ച് ഇവിടെ UDF ആണ് അധികാരത്തിൽ എത്തുന്നതെന്നുണ്ടെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളുടെ പിന്തുണയിൽ വരികയും മുസ്ലിം ലീഗ് ശക്തമായി രംഗത്ത് വരുന്നുണ്ട് കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളരാനുള്ള സാധ്യത കുറയുമെന്ന്. കാരണം കേരളത്തിലെ എല്ലാവരും പറയുന്നു മുസ്ലിം ലീഗ് വന്നാൽ ഇവിടെ തീവ്രവാദം വരും. പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിക്കുക. കാരണം നമ്മൾ ആഗോള വ്യാപകമായിട്ട് നോക്കി കഴിഞ്ഞാൽ സൗദി അറേബ്യ, UAE, ഈ മറ്റേ ബഹ്റിൻ, കുവൈറ്റ്, ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് സെറ്റപ്പ് നിൽക്കുന്ന രാജ്യങ്ങളാണ്. അവരൊക്കെ തീവ്രവാദത്തിനെതിരെയാണ് നിലപാടെടുക്കണേ. മുസ്ലിം ലീഗ് കാലകാലങ്ങളിൽ എന്നും തീവ്രവാദത്തിനെതിരെയാണ്. ഈ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും PDP ആണെങ്കിലും SDP ആണെങ്കിലും എപ്പോഴും LDFിനാണ് സപ്പോർട്ട് ചെയ്യാറുള്ളത്. അവർ UDFിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവരുടെ വോട്ടുകൾ എപ്പോഴും LDFിനാണ് കിട്ടുക. കാരണം ആഗോള വ്യാപകമായിട്ട് നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ഇറാൻ ഒരു വശത്ത് നിൽക്കുന്നു, റഷ്യ ഒരു വശത്ത് നിൽക്കുന്നു, ചൈന ഒരു വശത്ത് നിൽക്കുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷം എപ്പോഴും തീവ്ര ലൈനായിട്ട് ആളുകളായിട്ടാണ് ബന്ധം സ്ഥാപിക്കാൻ കൂടുതൽ സാധ്യത വരുന്നത്.
ഇപ്പൊ നമുക്കറിയാം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിട്ടുപോയി ഇബ്രാഹിം സുലൈമാൻ സൈഡിന്റെ പാർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിം ലീഗിന് തീവ്രവാദം പോരാ എന്ന് പറഞ്ഞ് പോയ ആളുകൾ LDFന്റെ കൂടെയാണ്. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ പാർട്ടി. അപ്പൊ അതുകൊണ്ട് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ശക്തമായി നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളരാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഭാവി അല്ലെങ്കിൽ ഒരു ആ നിലയ്ക്ക് ഇവിടെ UDF വരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന് നല്ലത്. ഇതേ സാഹചര്യത്തിൽ UDFന് ഇവിടെ അധികാരത്തിൽ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് LDFന്റെ നിലവിലുള്ള അണികൾ ഇനി തൽക്കാലം LDF അധികാരത്തിൽ നിന്ന് മാറിയ സമയം കൊണ്ട് BJPക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗ് UDFൽ ഉള്ളതുകൊണ്ട് എന്താ പറയുക, ശക്തമായി അവരുടെ ഭാഗത്ത് തീവ്രവാദം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും ശക്തമായി മുസ്ലിം വിരുദ്ധ അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെതിരെയൊക്കെ ശക്തമായിട്ട് പ്രചാരണങ്ങളൊക്കെ അഴിച്ചുവിട്ടുകൊണ്ട് പല വിഷയങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. മുഖ്യ പ്രതിപക്ഷമായിട്ട് ഇവിടെ മാറാൻ സാധിക്കുന്നു. ആ ഒരു സാധ്യതയാണ് BJPക്ക് ഗുണകരമായി മാറുക. അപ്പോൾ LDFന്റെ വോട്ടുകൾ പരമ്പരാഗതമായിട്ട് ഭൂരിപക്ഷ സമുദായത്തിൽ ഭൂരിപക്ഷ വോട്ടുകൾ, ആ വോട്ടുകൾ BJPയിലേക്ക് സാവധാനം എത്തിക്കാൻ LDF ഭരണത്തിൽ നിന്ന് പോയും UDF ഭരണത്തിൽ എത്തുമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPക്ക് നല്ലതെന്നാണ് നമുക്ക് BJPക്ക് വേണ്ടി നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള നമുക്ക് ഉത്തരം. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ചില കുറച്ച് മണ്ഡലങ്ങളാണ് A+ മണ്ഡലങ്ങൾ എന്ന് കണക്കാക്കി അവർ വിജയപ്രതീക്ഷ വെക്കുന്നത്. ഈ മണ്ഡലങ്ങളിലെല്ലാം മുഖ്യ എതിരാളി ഇപ്പോൾ CPM ആണ്, LDF. തീർച്ചയായിട്ടും. അപ്പോൾ ഈ BJP ഇപ്പോൾ സീറ്റ് പിടിക്കണമെങ്കിൽ പോലും LDFന്റെ വോട്ടുകളിൽ വിള്ളലുണ്ടാക്കാതെ നടക്കില്ല, അങ്ങനെയാണോ? അതെ, തീർച്ചയായിട്ടും. അത് എന്താ കാരണം വെച്ചാൽ നമ്മൾ തിരുവനന്തപുരം ജില്ല എടുത്തു നോക്കുക. അവിടെയാണ് ഏറ്റവും കൂടുതൽ BJP ശക്തമായിട്ട് മത്സരം. ആ ജില്ലയിൽ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടാണ് LDFന്റെ സ്ട്രെങ്ത്. അപ്പോൾ ആ വോട്ടിലേക്ക് കയറിയാൽ മാത്രമാണ് BJPക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇതുപോലെ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ, ഇതുപോലെ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ, ഇതുപോലെ തന്നെയാണ് തൃശ്ശൂർ. ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ പരിസരത്ത് തേക്കിൻകാട്, കോട്ടപ്പുറം, പൂങ്കുന്നം എന്നുള്ള ഭാഗങ്ങൾ, കണ്ണംകുളങ്ങര ഒക്കെ എടുത്തു നോക്കിയാൽ ഭൂരിപക്ഷ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളാണ് BJPക്ക് വളരാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ കണ്ണംകുളങ്ങര പോലെയുള്ള സ്ഥലങ്ങളൊക്കെ LDFന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു. അതുപോലെ പൂങ്കുന്നം, അതുപോലെ അയ്യന്തോള് ഭാഗങ്ങൾ, അതുപോലെ വടൂക്കര, നെടുപുഴ, ഇത്തരം ഭാഗങ്ങളൊക്കെ BJP, കണിമംഗലം ഒക്കെ LDFന് ശക്തിയുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളിലാണ് BJPക്ക് സീറ്റുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ BJPയിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം സാവകാശം പിടിക്കുന്നു. കാരണം അവരുടെ ഇടയിൽ എപ്പോഴും അവരെ ഏതെങ്കിലും സമയത്ത് BJP ഇങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചിട്ട് ഒരുപക്ഷെ അവരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നൊരു സംശയം എപ്പോഴും നിൽക്കുന്നുണ്ട്. ന്യൂനപക്ഷ സമുദായങ്ങൾ വളരെ സാവധാനമാണ് BJPയിലേക്ക് അടുക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ സുരേഷ് ഗോപി ഇലക്ഷൻ എന്ന സമയത്ത് അതിതീവ്ര ലൈനിൽ അതൊരു മതേതരവാദി എന്നുള്ള നിലയിൽ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടി ജയിക്കാനായിട്ട് കഴിഞ്ഞു. അത്തരം ചില സാഹചര്യത്തിൽ ജയിക്കാനുള്ള സാധ്യതകൾ വരുന്നു. പക്ഷെ അതല്ലാതെ പൊതുവെ BJPയുടെ ബേസ് വർക്ക് നടക്കുകയാണെങ്കിൽ ഒരിക്കലും എന്നുണ്ടാവില്ല. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ BJPയിലേക്ക് എത്തപ്പെടാൻ ചാൻസ് ഉള്ളൂ. പക്ഷേ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വോട്ടുകളും BJPയിലേക്ക് എത്തപ്പെടാനായിട്ട് സാധ്യത വളരെ അധികമാണ്. ഇനി എന്താണ് പറയുന്നത്? ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടിന്റെ ശതമാനക്കണക്ക് എടുത്ത് നോക്കിയതിന് ശേഷം നമുക്ക് സീറ്റുകൾ എണ്ണത്തിൽ ഒരു വിലയിരുത്തൽ നടത്താം. ഓക്കെ.